ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഞാൻ ആദ്യം ഓർത്തു ജേണൽ ഫ്ലിപ്പ് ത്രൂ ചെയ്യാമെന്ന്, പിന്നെ ഓർത്തു നമ്മൾ ഓൾറെഡി ഒരു ജേണൽ വീഡിയോ ആണല്ലോ അപ്ലോഡ് ആക്കിയത്, അതുകൊണ്ട് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാനൊരു ടു ഡു ലിസ്റ്റാണ് കേട്ടോ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പം ഒരു ലിസ്റ്റ് എഴുതാമെന്ന് വിചാരിച്ചു വീഡിയോയുടെയൊക്കെ. അപ്പം ഞാൻ നേരത്തെ കണ്ടൻറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ടു ഡു ആയിട്ട്. അപ്പം ഇത് ഞാൻ കട്ടിയില്ലാത്തതുകൊണ്ട് വേറൊരു നോട്ട്ബുക്കിൽ ഇങ്ങനെ, നോട്ട്ബുക്കല്ല കേട്ടോ, ആ ഒരു നോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ ഒരു ചെടിമേടി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി എടുക്കാമെന്ന്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ നിങ്ങൾ മറന്നു ദിവസം ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് കാണാൻ ഇഷ്ടമുള്ളത് എന്ന് കമൻറ്റ് ബോക്സിൽ കൂടി പറയണേ. പിന്നെ നേരത്തെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു ജേണൽ എസെൻഷ്യലിൻ്റെ പാർട്ട് 2 ചെയ്യുമോ എന്നുള്ളത്. അത് ഞാൻ എടുത്തിട്ടില്ല. അതിൻ്റെ ഓരോ കണ്ടന്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ അതൊക്കെ കുറച്ചുകൂടെ ടൈം പിടിക്കുന്ന പണിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ചെയ്യാത്തത്. എന്തായാലും എപ്പോഴേലുമൊക്കെ ഞാൻ ചെയ്ത് അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലിസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യം എഴുതിയത് തെറ്റിപ്പോയാണ്, ഞാൻ അങ്ങനെ തന്നെ വിട്ടിട്ട് ബാക്കിയുള്ളതാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു സ്പീക്കറിൽ അത് വെക്കുന്നുണ്ട് ഡെസ്കിൻ്റെ ടോപ്പിൽ തന്നെ, അതാകുമ്പോൾ നമുക്ക് എപ്പോഴും കാണാമല്ലോ. പിന്നെ ഞാൻ എപ്പോഴും ഈയിടെയായിട്ട് വിചാരിക്കുന്ന കാര്യമാണ് മിനി ജേണൽ ചെയ്യാന്നുള്ളത്. അന്നേരം ഞാൻ വിചാരിക്കും വ്ളോഗൊക്കെ എടുക്കുമ്പോൾ ചെയ്യാം, അങ്ങനെ മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ടേപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പം പല കളറിലുണ്ട്. ഈ ഒരു ഫ്ലവറിൻ്റെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് മിനി ജേണലിന് മാത്രമേ പറ്റൂ, അതിൻ്റെ സൈസ് കാരണം. അപ്പോൾ ഒരു മിനി ജേണലിനുള്ളതേ ഉള്ളൂ ഒരു റോള്. നേരത്തെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്തിട്ട് വേണ്ട മാതിരി തന്നെ കട്ട് ചെയ്തിട്ട് എടുത്ത് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ സ്റ്റിക്കർ വരുന്നതാണ്, അപ്പോൾ നമുക്കത് കളഞ്ഞിട്ട് ഒട്ടിച്ചാൽ മതി, വേറെ ഗ്ലൂ ഒന്നും യൂസ് ചെയ്യണ്ട. പിന്നെ ഇതിൻ്റെ മാച്ചിങ് ആയിട്ട് എനിക്ക് ഈ ഒരു സ്റ്റിക്കർ ബുക്ക് എടുക്കാൻ തോന്നി, ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതെടുത്തിട്ട് എനിക്കിതിന് ഒരു 1-2 സ്റ്റിക്കേഴ്സൊക്കെ മാച്ചിങ് ആയിട്ട് കിട്ടി. 2-3 അപ്പോൾ അത് ഞാൻ ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സ്റ്റിക്കർ പീലർ കണ്ടില്ല, ഞാൻ ഇതിനിടയ്ക്ക് കുറേ നേരം നോക്കിയായിരുന്നു. ഞാനത് ഓർഗനൈസറിൽ എടുത്ത് വെച്ചിരുന്നതാണ്, പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നോക്കിയില്ല. പക്ഷേ അതിൽ തന്നെ കാണും എന്തായാലും. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ കട്ട് ചെയ്ത് സ്റ്റിക്കറെല്ലാം സെറ്റ് ചെയ്തിട്ട് അവിടെ ബാക്കിയുള്ള സ്പേസൊക്കെ ചെറിയ ജേണലല്ലേ, അതുകൊണ്ട് തന്നെ റൈറ്റിങ്സ് വെച്ചൊക്കെ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ എഴുതേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പിൻട്രസ്റ്റിലൊന്നും നോക്കിയില്ല. ഞാൻ അപ്പം തന്നെ എനിക്ക് എന്താണോ തോന്നുന്നത് അതങ്ങ് എഴുതി വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്തോ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ ഓരോന്നിനും ഇങ്ങനെ ചെറിയ ചെറിയ കോട്ടാണ് കേട്ടോ എഴുതി കൊടുക്കാറ്. പിന്നെ ജേണൽ എഴുതി കഴിഞ്ഞ് താഴെ ഇങ്ങനെ ഓരോന്നൊക്കെ വരയ്ക്കാറുണ്ട്. പിന്നെ ഡേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ജേണൽ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ചെയ്ത ജേണൽ. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ആ കളേഴ്സൊക്കെ മാച്ചിങ് ആയിട്ട് തോന്നി. പിന്നെ ഈവനിങ് ആയപ്പോഴാണ് ഞാൻ ബാക്കി വീഡിയോസ് എടുത്തത്. അപ്പോൾ ഈ സംഭവമൊക്കെ എടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ രാവിലെ ഓർത്തേ ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ പുറത്തൊന്ന് പോയി. അപ്പോൾ രാവിലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തത്, അന്നേരം പോലും എനിക്കറിയില്ലായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഓണമാണെങ്കിൽ തന്നെ എപ്പോഴും മഴയായിരിക്കും, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ നിൽക്കും പെയ്യും, അങ്ങനെയായിരുന്നു. ഇതൊക്കെ ഓണത്തിൻ്റെ തലേദിവസമുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അന്ന് രാത്രി വരെയുള്ള കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അന്നേരമൊക്കെ ഞാൻ എടുത്ത വീഡിയോസാണിത്. എനിക്കറിയില്ല എന്തോരം ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഇതൊരു 10 മിനിറ്റ്സ് പ്ലസ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഒരു 5 മിനിറ്റൊക്കെ കാണുള്ളൂ എന്നാണ്. എടുത്തെടുത്ത് വന്നപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്ത് കുറച്ചാണ് കേട്ടോ, അല്ലെങ്കിൽ ആകാവുമല്ലോ. സോ പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. ഞാൻ എപ്പോഴും പോകാറുള്ള ക്രിസ്റ്റലിൽ ഇവിടെ നിന്ന് എപ്പോൾ ചെന്നാലും എനിക്ക് കുറേ ആൾക്കാർ കാണും, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഇത്തിരി മടിയായിരിക്കും. സോ അതുകൊണ്ട് ഞാൻ എടുക്കാറൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടുണ്ട്, അതെല്ലാം ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനാണ് കേട്ടോ ഇവിടെ നടന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് 2 സെക്ഷൻസാണ് കേട്ടോ അവിടെ ഉള്ളത്, അവിടെയായിരിക്കും ഞാൻ എപ്പോഴും നിൽക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ താഴെ നിന്നൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഓരോ തവണ വരുമ്പോൾ പുതിയ ഐറ്റംസ് കാണുമല്ലോ, അപ്പോൾ ആ പുതിയ ഐറ്റംസൊക്കെ ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ആ പുതിയ ഐറ്റംസ്. പിന്നെ ഇവിടെ മൊത്തം ഡയറീസാണ് കേട്ടോ, ക്യൂട്ട് ഡയറീസൊക്കെ. അപ്പോൾ ഞാനതൊക്കെ ചുമ്മാ ഇങ്ങനെ നോക്കി നടക്കുകയാണ് വെറുതെ. അപ്പം അത് കഴിഞ്ഞ് ഞാനെന്തോ സ്കെച്ച് ബുക്കൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വീഡിയോസൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒത്തിരിയൊന്നും എടുക്കാൻ പറ്റിയില്ല, പിന്നെ എനിക്ക് മടിയായതാണ് കേട്ടോ. പിന്നെ നമ്മൾ വണ്ടിയിലെല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ എന്തോ കോണിൻ്റെ സംഭവം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം അതുപോലത്തെ എന്തോ വാങ്ങി, എന്തോ മിക്സഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, കറക്റ്റ് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ അവിടെ പുറത്തിങ്ങനെ ഓണത്തിൻ്റെ സംഭവങ്ങളൊക്കെയാണ്, അപ്പോൾ അത് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി കയറി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അന്നേരം എടുത്ത വീഡിയോസാണ്, ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത ക്ലിപ്സാണിത്. അന്നേരത്തേക്കും അത്യാവശ്യം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞൊരു രാത്രി ആ ഒരു ടൈം ആവാറായി.
അതുകൊണ്ടാണ് കേട്ടോ ഇരുട്ടിയിട്ടുള്ളത്. അപ്പം മൊത്തം ലൈറ്റ്സ് ഒക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പുറത്തെ ഇടയ്ക്കുള്ള വീഡിയോസൊക്കെ കാണിച്ചതാണ്. നിങ്ങൾ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നുപോയവരാണെങ്കിൽ ഒന്നുകൂടി പറയുകയാണ്. സോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. പിന്നെ എന്നെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു പെറ്റ് ഷോപ്പിൽ എന്ന് പോയാലും കയറാറുണ്ട്. എൻ്റെ ബ്രദറിന് ഭയങ്കര മീനിനോട് താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഇവിടുന്ന് വീട്ടിലേക്കുള്ള മീനിനെ വാങ്ങാൻ കയറിയതാണ്. അവിടെ ഉള്ളിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി കേട്ടോ. അവിടെ പേഷ്യൻ ക്യാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് പോയി നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ സ്റ്റിക്കറാണ്. ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.